ഇപ്പൊ നമ്മള് ബാങ്കോക്കില് സഫാരി വേൾഡിൽ പോയിട്ട് തിരിച്ചു വരികയാണ്. സഫാരി വേൾഡും മറൈൻ പാർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ഷോകൾ ഉണ്ടായിരുന്നു, ഒരു 5-6 ഷോകൾ ഉണ്ടായിരുന്നു. അതിന്റെ ഫുൾ വീഡിയോയും നമ്മളെ ചാനലിലുണ്ട്. അപ്പൊ അതൊക്കെ കാണാൻ ആരെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ചാനലിൽ വാച്ച് ചെയ്യുക. അപ്പോൾ എന്തായാലും അടിപൊളിയായിരുന്നു. ഇന്നത്തെ ഒരു ദിവസം അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മള് രാവിലെ അവിടെ ഏകദേശം ഒരു 10 മണി കഴിഞ്ഞ് 10-11 മണി കഴിഞ്ഞ് എത്തിയപ്പോൾ ഷോ ഞങ്ങൾക്ക് മിസ്സായി. ഒറാങ്കുട്ടാൻ്റെ ഒരു ഷോ മിസ്സായി. കാരണം രാവിലെ നമ്മൾ ബാങ്കോക്കിൽ നിന്ന് 1 മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു. എത്തിയപ്പോൾ ചെറുതായിട്ട് ലേറ്റ് ആയി. പക്ഷെ ബാക്കി എല്ലാ ഷോയിലും നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം അടിപൊളിയായിരുന്നു. നമുക്ക് ഒരു ദിവസം അവിടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ കൊടുത്ത കാശിന് വെറുത്തുള്ള ഒരു സാധനമാണ് നമ്മൾക്ക് സഫാരി വേൾഡിൽ നിന്ന് കിട്ടിയത്. അപ്പം അവിടുത്തെ ടിക്കറ്റ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത് ഏകദേശം 1300 ബാത്താണ് ഒരാൾക്ക്. അപ്പോൾ ചെറുതിന് മറൈൻ പാർക്കും നമുക്ക് സഫാരി വേൾഡിൽ നടന്ന് കാണാൻ വേണ്ടിയിട്ടുള്ള ടിക്കറ്റാണ്. അപ്പോൾ ഇതിന് 1300 ബാത്താവുന്നത്. 1300 എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മുടെ നാട്ടിലൊരു 3600 രൂപ വരും. 3600 അല്ലല്ലോ, 2600 രൂപ വന്നിട്ടുണ്ടായിരുന്നു. മൂന്നാള് കയറി. ചെറുതിന് ടിക്കറ്റ് എടുത്തില്ല, ഞങ്ങൾ മൂന്നാള്. 2600 ബാത്ത്. അവിടെ 100 സെന്റിമീറ്ററിൽ താഴെയാണെന്നുണ്ടെങ്കിൽ മക്കൾക്ക് അവിടെ ഫീസ് ഇല്ല. പക്ഷെ 100-ന് മുകളിലാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് എന്തായാലും എൻട്രി ഫീ ഉണ്ട്. നമുക്ക് എടുക്കുന്ന അതേപോലത്തെ ടിക്കറ്റ് തന്നെ നമുക്ക് എടുക്കണം. കറക്റ്റ് 100 ആയിരുന്നു. അതുകൊണ്ട് നമുക്കുള്ള ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഗ്രാബ് ടാക്സിയിലാണ് പോയത്. അങ്ങോട്ട് ഗ്രാബ് ടാക്സി അല്ല, നമുക്ക് അവിടുത്തെ പരിചയപ്പെട്ട ഒരാളുണ്ടായിരുന്നു, പുള്ളി ടാക്സിയിലാണ് പോയത്. ഞങ്ങൾ 300 ബാത്താണ് നമുക്ക് അങ്ങോട്ടേക്കുള്ള ടാക്സി ചാർജ് വന്നത്. പക്ഷെ തിരിച്ചു വരുമ്പോൾ നമുക്ക് ഗ്രാബ് ബുക്ക് ചെയ്ത് അതിന് 330 ബാത്തിന് നമുക്ക് ടാക്സി കിട്ടി. പക്ഷെ നമ്മുടെ നാട്ടിലെ അപേക്ഷിച്ചിട്ട് കുറച്ച് റേറ്റ് കൂടുതലാണെങ്കിലും ഇവിടെ ഏറ്റവും ചീപ്പായിട്ട് കിട്ടാവുന്ന സംഭവങ്ങളാണ് ഈ ഗ്രാബ് ടാക്സി. അപ്പോൾ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബഡ്ജറ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാം. സഫാരി വേൾഡിൽ നിന്ന് ബാങ്കോക്കിലെ കാവോസൺ സ്ട്രീറ്റിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ടാക്സിയിലാണ് ഞങ്ങളെ യാത്ര. ഏകദേശം ഒരു 5:30 സമയമായിട്ടുണ്ടാവും. ഇപ്പോൾ ബാങ്കോക്ക് പോലുള്ള നഗരങ്ങളിലെ വൈഡ് റോഡ്സ്, സ്മൂത്ത് ഡ്രൈവിങ്, കൂടാതെ സ്ട്രിക്റ്റ് റൂൾസ് ഫോളോ ചെയ്യുന്ന ആളുകൾ, ഇതെല്ലാം ഞങ്ങൾക്കൊരു പുതിയ അനുഭവം തന്നെയായിരുന്നു. തായ്ലൻഡിൽ എത്തിയപ്പോൾ തന്നെ ഞങ്ങളെ ഏറ്റവും കൂടുതൽ അതിശയിപ്പിച്ച ഒരു കാര്യമാണ് ഇവിടുത്തെ റോഡുകൾ. ക്ലീന്, വൈഡ് ആൻഡ് വെൽ മെയിൻറ്റൈൻഡ് റോഡായിരിക്കും. ഇവിടുത്തെ ട്രാഫിക് റൂൾസൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയതുകൊണ്ട് എല്ലാവരും സിഗ്നലൊക്കെ ഫോളോ ചെയ്തിട്ടാണ് ഡ്രൈവ് ചെയ്യുന്നത്. കൂടാതെ ഹോൺ ഉപയോഗിക്കുന്നതും വളരെ കുറവാണ്. നമ്മുടെ നാടൊക്കെ ആയിട്ട് ഇത് ഭയങ്കര ഡിഫറൻസ് ആയിട്ട് നമുക്ക് തോന്നി. ബാങ്കോക്ക് പോലുള്ള ബിസി സിറ്റിയിലും ട്രാഫിക് കൺട്രോൾ വളരെ നല്ലതായിരുന്നു. ഫ്ലൈ ഓവറും എക്സ്പ്രസ് വേ ഒക്കെ ആയിട്ട് വെൽ പ്ലാൻഡ് ആണ് ഈ സിറ്റി. ഇന്ത്യ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തായ്ലൻഡിലെ റോഡുകളൊക്കെ വളരെ ഡിസിപ്ലിൻഡ് ആണെന്ന് തന്നെ പറയാം. ബാങ്കോക്കിലെ കാവോസൺ റോഡിൽ എത്തിയിട്ട് ഞങ്ങൾ നേരെ പോയത് ഒരു 7-Eleven ഷോപ്പിലാണ്. ഇവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വേണം ഞങ്ങൾക്ക് റൂമിലേക്ക് പോകാൻ. തായ്ലൻഡിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് തായ്ലൻഡിൻ്റെ ഓരോ മൂലയിലും കാണാൻ കഴിയുന്ന ഒരു ഷോപ്സാണ് 7-Eleven. 24 മണിക്കൂറും ഓപ്പൺ ആയിരിക്കുന്ന ഈ ഷോപ്പിൽ ഫുഡ്, ഡ്രിങ്ക്സ്, സ്നാക്സ്, റെഡി മീൽസ്, കോഫി എല്ലാം നമുക്ക് ഈസി ആയിട്ട് അവൈലബിൾ ആണ്. കൂടുതൽ 7-Eleven ഷോപ്പുകളും ഒരു മിനി സൂപ്പർ മാർക്കറ്റ് പോലെയാണ്. 24 മണിക്കൂർ ഓപ്പൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് രാത്രിയിൽ ഒരു 2 മണിക്ക് പോയി കഴിഞ്ഞാൽ ഇവിടുന്ന് നമുക്ക് ഫുഡ് വാങ്ങിക്കാൻ സാധിക്കും. റെഡിമെയ്ഡ് ഫുഡാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റായി നിൽക്കുന്നത്. നൂഡിൽസ്, റൈസ് മീൽസ്, സാൻഡ്വിച്ച്, ഇതെല്ലാം നമുക്ക് നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവർ ഹീറ്റ് ചെയ്ത് തരും. ഡ്രിങ്ക്സ്, സ്നാക്സ്, ചോക്ലേറ്റ്സ്, ഈവൻ ഡെയിലി യൂസ് ഐറ്റംസ് വരെ ഇവിടെ കിട്ടും. ട്രാവലേഴ്സിന് ഏറ്റവും സൂപ്പറായിട്ട് ബഡ്ജറ്റായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷോപ്പാണ് 7-Eleven. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ കൂടുതൽ ദിവസവും ഭക്ഷണം വാങ്ങിയത് 7-Eleven ഷോപ്പിൽ നിന്നാണ്. അതുകൊണ്ട് നിങ്ങളും തായ്ലൻഡിൽ പോകുമ്പോൾ ഈ ഷോപ്പ് ഒരിക്കലും മിസ് ചെയ്യരുത്. റൂമിലെത്തിയതിന് ശേഷം അയിനുവിന് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് സ്വിമ്മിംഗ് പൂളിൽ നിന്ന് ഇറങ്ങി കുളിക്കാനായിട്ട് ഇറങ്ങിയതാണ്. നല്ലൊരു അനുഭവമായിരുന്നു. നമുക്ക് 1700 രൂപയ്ക്കാണ്, ഇന്ത്യൻ മണി 1700 രൂപയ്ക്കാണ് നമുക്കിവിടെ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. കുറേ സമയം ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിൽ നീന്തി കുളിച്ചതിന് ശേഷമാണ് നമുക്ക് അടുത്തൊരു ലൊക്കേഷനിലും കൂടെ പോകാനുണ്ട്. അപ്പോൾ ഞങ്ങളവിടെ നിന്നിട്ട് മാക്സിമം റിലാക്സ് ചെയ്തിട്ടാണ് ഇനി അടുത്ത ലൊക്കേഷനിലേക്ക് പോകാൻ പോകുന്നത്.
ബാങ്കോക്കിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് രാത്രി സമയം ചിലവഴിക്കാൻ ഏറ്റവും മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളിലൊന്നാണ് ഏഷ്യാറ്റിക് ദ റിവർ ഫ്രണ്ട്. ചാവോ ഫ്ര നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലം ഷോപ്പിങ്ങിനും ഫുഡിനും എൻ്റർടൈൻമെൻറ്റിനും ബ്യൂട്ടിഫുൾ നൈറ്റ് വ്യൂസിനും എല്ലാം ഒരുമിച്ച് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു പെർഫെക്റ്റ് ഡെസ്റ്റിനേഷനാണ്. ഡിഫറെൻറ്റ് ഫുഡ് ഓപ്ഷൻസ്, റിവർ സൈഡ് വ്യൂ, രാത്രിയിലെ ആ ലൈറ്റിങ്, ജയൻറ്റ് വീൽസ്, ബെസ്റ്റ് ഫോട്ടോ സ്പോട്ട്സ്, ഇതെല്ലാം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ബാങ്കോക്കിൽ ഒരു മാജിക്കൽ നൈറ്റ് എക്സ്പീരിയൻസ് വേണമെങ്കിൽ ഷുവറായിട്ടും ഇവിടെ വരണം. ഏഷ്യാറ്റിക് ഒരു നൈറ്റ് മാർക്കറ്റ് മാത്രമല്ല, ഒരു എൻ്റർടൈൻമെൻറ്റിൻ്റെ ഒരു ഹബ്ബ് കൂടിയാണ്. ഓൾഡ് വെയർ ഹൗസ് സ്റ്റൈലിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഈ പ്ലേസ് മോഡേൺ വൈബ് പ്ലസ് ട്രഡീഷണൽ ഫീൽ മിക്സാണ്. ഇവിടെ നമുക്ക് ക്ലോത്ത്സ്, സുവനീർസ്, ഹാൻഡിക്രാഫ്റ്റ്സ്, ഗിഫ്റ്റുകൾ എല്ലാം ലഭിക്കും. ടൂറിസ്റ്റുകൾക്കൊരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഷോപ്പിംഗ് സ്പോട്ടാണ് ഇവിടെ. പക്ഷേ റേറ്റ് കമ്പാരിറ്റീവ്ലി നമ്മൾ സ്ട്രീറ്റിൽ നിന്നൊക്കെ ഷോപ്പ് ചെയ്യുന്നതിനേക്കാളും കുറച്ച് കൂടുതലാണ്. ബാർഗെയിനിങ് ഒക്കെ ചില സ്ഥലങ്ങളിൽ പോസിബിളാണ്, പക്ഷേ കൂടുതൽ സ്ഥലങ്ങളിലും ബാർഗെയിനിങ് ഒന്നും അവൈലബിൾ അല്ല. ബാങ്കോക്കിലെ ഏഷ്യാറ്റിക് ദ റിവർ ഫ്രണ്ടിൽ സ്ഥിതി ചെയ്യുന്ന ജയൻറ്റ് വീൽസ്, ഏഷ്യാറ്റിക് സ്കൈ ടൂറിസ്റ്റുകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അട്രാക്ഷനാണ്. ബാങ്കോക്കിലെ ഒരു സ്റ്റണ്ണിങ് നൈറ്റ് വ്യൂ കാണണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ജയൻറ്റ് വീൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത് അടിപൊളിയായിരിക്കും. ഏഷ്യാറ്റിക് റിവർ ഫ്രണ്ട് ഏരിയ മുൻപ് ഒരു ഇൻ്റർനാഷണൽ ട്രേഡിംഗ് പോർട്ടായിരുന്നു. പിന്നീട് ഇത് ഡെവലപ്പ് ചെയ്തിട്ടാണ് മോഡേൺ നൈറ്റ് മാർക്കറ്റാക്കി മാറ്റിയത്. അതിൻ്റെ കൂടെ തന്നെ ടൂറിസ്റ്റ് അട്രാക്ഷന് വേണ്ടിയിട്ട് ഈ ജയൻറ്റ് വീൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തു. ഏഷ്യാറ്റിക് സ്കൈ എന്നറിയപ്പെടുന്ന ഈ ജയൻറ്റ് വീലിൻ്റെ ഏകദേശം 60 മീറ്റർ ഉയരമാണുള്ളത്. എയർ കണ്ടീഷൻഡ് ക്യാബിൻ ആയതുകൊണ്ട് തന്നെ കംഫർട്ടബിളായിട്ടുള്ള റൈഡാണ് ഈ ജയൻറ്റ് വീലിൽ ഇവർ ഒരുക്കിയിരിക്കുന്നത്. ജയൻറ്റ് വീലിൽ കയറിക്കഴിഞ്ഞാൽ മുഴുവൻ ബാങ്കോക്ക് സിറ്റിൻ്റെ നൈറ്റ് വ്യൂ കാണാം. ചാവോ ഫ്ര റിവറിലെ ബ്രിഡ്ജ്, ബിൽഡിങ്സ്, ലൈറ്റിങ്, ഇതെല്ലാം നമുക്ക് അടിപൊളിയായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാം. ഇവിടെ വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ടൈം എന്ന് പറയുന്നത് ഈവനിങ് അല്ലെങ്കിൽ നൈറ്റ് ടൈമാണ്. അപ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്നവർ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ചാവോ ഫ്ര റിവറിൻ്റെ ഈ സൈഡിൽ ഇരുന്നിട്ട് ഫുഡ് കഴിക്കുന്നതും വളരെ പ്രത്യേകമായിട്ടുള്ള ഒരു വേറിട്ട എക്സ്പീരിയൻസ് തന്നെയാണ്. ബാങ്കോക്കിൽ അൺഫോർഗട്ടബിളായ ഒരു നൈറ്റ് എക്സ്പീരിയൻസ് വേണമെന്നുണ്ടെങ്കിൽ ഏഷ്യാറ്റിക് റിവർ ഫ്രണ്ടിൽ നിന്ന് ആരംഭിക്കുന്ന ഇതുപോലത്തെ ക്രൂയിസ് ഡിന്നർ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു അനുഭവമായിരിക്കും. പക്ഷേ അതിൻ്റെ റേറ്റ് ഇത്തിരി കൂടുതലാണ്. ഏകദേശം 2000 തായ് ബാത്തൊക്കെയാണ് പെർ ഹെഡിന് വരുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഏകദേശം ഒരു 6000 രൂപ വരും. ക്രൂയിസിൽ ബഫറ്റ് ഡിന്നറാണ്. വെജും നോൺ വെജിൻ്റെയും പ്ലെൻറ്റി ഓഫ് കളക്ഷൻസ് ഉണ്ടാവും. തായ് ഫുഡ്, സീ ഫുഡ്, ഇൻ്റർനാഷണൽ ഡിഷസ്, ഡിസേർട്ട്സ്, ഇവയെല്ലാം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ലൈവ് മ്യൂസിക്കും ഡാൻസും ആണ് ഇതിൻ്റെ ഏറ്റവും വേറൊരു പ്രത്യേകത. ക്രൂയിസിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണിത്. സം ക്രൂയിസസ് ട്രഡീഷണലി തായ് ഡാൻസ് പോലും നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് സമയം ഇവിടെയൊക്കെ സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് ആയിട്ട് പോയത് ഒരു സൂപ്പർ മാർക്കറ്റിലേക്കാണ്.
സൂപ്പർ മാർക്കറ്റിലേക്ക് കയറിയ അപ്പോൾ തന്നെ നമുക്ക് ഇതുപോലത്തെ പ്രോൺസുകൾ ഉണ്ടായിരുന്നു ഒരുപാട്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലൈവായിട്ട് ഇവർ ഈ പ്രോൺസിനൊക്കെ നമുക്ക് ഡിഷാക്കിയിട്ട് തരും. അപ്പോൾ കുറച്ച് നേരം അവിടെ നോക്കി നിന്നു. ഈ സൂപ്പർ മാർക്കറ്റ് 7-Eleven പോലെ അല്ലായിരുന്നു, കുറച്ചും കൂടെ വലുതായിരുന്നു, അത്യാവശ്യം നല്ല വലുതായിരുന്നു. അപ്പോൾ ഇവിടെ എല്ലാം ഫുഡ്, ഡ്രിങ്ക്സ്, എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ മെയിനായിട്ട് ഇവിടുന്ന് കുറച്ച് ഫ്രൂട്ട്സും കുറച്ച് ഡ്രിങ്ക്സൊക്കെ വാങ്ങാൻ എന്നുള്ള ഉദ്ദേശത്തിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും വന്നതല്ലേ, നമ്മളെ നാട്ടിലെ സൂപ്പർ മാർക്കറ്റും ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റും ഒക്കെ ആയിട്ട് നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു അനുഭവവും നമ്മളെ കാഴ്ചകളൊക്കെ പുതിയതായിരുന്നു. അപ്പോൾ ഈ ഒരു സൂപ്പർ മാർക്കറ്റിലെ ഒരു അനുഭവം, ഈ കാഴ്ചകളൊക്കെ കാണാമെന്ന് വിചാരിച്ചിട്ട് നമ്മളവിടെ കുറച്ച് നേരം ചുറ്റിക്കറങ്ങി നടന്നു. നമ്മളെ നാട്ടിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടൊരു കാര്യം അനുഭവപ്പെട്ട എന്താണെന്ന് വെച്ചാൽ ഈ കാണുന്ന ഈ ഡ്രിങ്ക്സ് ഇതെല്ലാം നമുക്ക് വാങ്ങിക്കാം. ഡ്രിങ്ക്സ് വാങ്ങിക്കാം, ഫുഡ് ഐറ്റംസ് വാങ്ങിക്കാം. എന്നിട്ട് നമ്മൾ ബില്ല് ചെയ്യുന്നിടത്ത് കൊടുത്ത് ബില്ല് അടച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് തന്നെ, ഈ സൂപ്പർ മാർക്കറ്റിനകത്ത് തന്നെ ചെറിയ ടേബിൾസ് എല്ലാം അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ബേക്കറി പോലത്തെ ഒരു സ്ഥലത്ത് ടേബിൾസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ ഇരുന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്രിങ്ക്സ് കുടിക്കാം, ഫുഡ് കഴിക്കാം. ഈ ഒരു സ്ഥലത്ത് ഇരുന്നിട്ടാണ് നമ്മൾ ഡ്രിങ്ക്സൊക്കെ കഴിച്ച് ഫുഡൊക്കെ കഴിച്ചിരുന്നത്. ഇവിടെ എത്തി കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ നാട്ടിൽ നിന്നും വ്യത്യസ്തമായിട്ട് തോന്നി. ഒരുപാട് കാര്യങ്ങൾ, മെയിനായിട്ട് നമുക്ക് ഫ്രീഡമാണ്. നമ്മളെ നാട്ടിലുള്ളതിനേക്കാളും കുറച്ചും കൂടെ ഫ്രീഡം ഉണ്ട് എന്നാണ് മെയിനായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം. എന്നിരുന്നാലും ടൂറിസത്തെ ഇവർ സപ്പോർട്ട് ചെയ്യുന്നത് കാണുമ്പോൾ, അല്ലെങ്കിൽ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ഇവർ ഒരുക്കി വെച്ചത് കാണുമ്പോൾ ശരിക്കും നമുക്ക് അസൂയ തോന്നും. ഇന്ത്യക്കാർ കൂടുതലും ഇവിടെ വരുന്നത് നമുക്ക് നമ്മളെ നാട്ടിൽ കിട്ടാത്ത ഒരുപാട് ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ലീഗലാണ്. സെക്സ് ടൂറിസം, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ, ഫ്രീഡം കൂടുതലാണ്. നമ്മളെ നാട്ടിൽ കിട്ടാത്ത ഒരുപാട് ഫ്രീഡം ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനാണ് ഇന്ത്യക്കാർ കൂടുതൽ വരുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഏഷ്യാറ്റിക് റിവർ ഫ്രണ്ടിലെ കാഴ്ചകളും ഇവിടുത്തെ എക്സ്പീരിയൻസൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഏകദേശം റൂമിലേക്ക് മടങ്ങുന്ന സമയമായിട്ടുണ്ട്. നമ്മളൊരു ടാക്സി ബുക്ക് ചെയ്തിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. തായ്ലൻഡിലെ കാഴ്ചകളും അനുഭവങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവരും ഞങ്ങളെ വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.